അത് കഴിഞ്ഞ് എപ്പിസോഡിന്റെ അവസാനം പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ശൈത്യയോട് ആദ്യം സംസാരിക്കുകയാണ്. അനുമോൾക്ക് എല്ലാം ഒരു കണ്ടന്റാണ്, നമ്മളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു കണ്ടന്റാണ്, പാവ ഒരു കണ്ടന്റാണ്, ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റാണ്, കരച്ചിലൊരു കണ്ടന്റാണ്. ഹായ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 31 ഡേ 30. ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട്. ഒരു ടാസ്ക് ഇന്നുണ്ട്. ആ ടാസ്കിനിടയ്ക്ക് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ റിവ്യൂ നമ്മൾ പറയുന്നതാണ്. ആദ്യം തന്നെ പതിവ് പോലെ എന്നും സംഭവിക്കുന്നത് പോലെ കിച്ചണിൽ നിന്ന് അടിയോട് കൂടെ തന്നെയാണ് തുടക്കം. ഫുഡിന്റെ ഇഷ്യൂ, ഫുഡ് 2 ദോശ വീതമാണ് എല്ലാവർക്കും കൊടുത്തത് എന്ന് പറഞ്ഞ് എല്ലാവരും കിച്ചൺ ടീമിനെതിരെ തിരിയുന്നു. പ്രത്യേകിച്ച് അനുവിനെതിരെയും ലക്ഷ്മിക്കെതിരെയും. ലക്ഷ്മി ഉണ്ടാക്കിയ സാമ്പാർ രസം പോലെയാണ് എന്ന് ജിഷിൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഏറ്റുപിടിച്ച് എല്ലാവരും വരുന്നു. നോക്കുമ്പോൾ ഒരു എന്തോ വെള്ളത്തിൽ മഞ്ഞപ്പൊടി കലക്കിയ പോലെയാണ് അവിടെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ക്യാമറയിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ അനുവിന്റെ എന്താണ് ഒരു കൊച്ചമ്മ നയം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള 2 ദോശ മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് അനു അങ്ങ് തീരുമാനിച്ച് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവരും അതിനെ എതിർക്കുന്നു. ഇപ്പോൾ ആഴ്ചയുടെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ആദ്യമെങ്കിലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചൂടെ എന്ന് എല്ലാവരും പറയുന്നു. അതിന് പലരും പല കാരണങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വിഷയം അവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാപ്റ്റൻ, അതായത് നെവിൻ വന്നിട്ട് കിച്ചൺ ടീമിനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആദ്യം ലക്ഷ്മിയെയും അതേപോലെ തന്നെ അനുവിനെയും ബാത്റൂം സെക്ഷനിലേക്ക് മാറ്റുന്നു. പിന്നീട് എല്ലാം ബാത്റൂം ടീമിനെ മൊത്തം കിച്ചൺ ടീമിലേക്ക് മാറ്റി കിച്ചൺ ടീമിനെ മൊത്തം ബാത്റൂം ടീമിലേക്ക് മാറ്റുന്നു. അത് ഒരു നല്ല ഡിസിഷനായിട്ട് എനിക്ക് തോന്നി. കഴിഞ്ഞ ആഴ്ച അപ്പാന് ചരത്ത് പലതും പറഞ്ഞിട്ടും അനുമോൾ കൂട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തവണ അനുമോൾക്ക് വഴങ്ങേണ്ടി വന്നു. കാരണം അത്രയും കർശനമായിട്ട് നെവിൻ അത് തീരുമാനം പറയുകയുണ്ടായി. നെവിൻ ഒരു നല്ല ക്യാപ്റ്റൻ ആണ് എന്നുള്ളത് ആ ഒരു ഭാഗത്ത് തെളിയിക്കപ്പെട്ടു കേട്ടോ. കാരണം പുതിയ ടീം കിച്ചണിലേക്ക് വന്നു. ഇനി അവര് എന്തൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അറിയില്ല. അടുത്തത് ആദിലയും അതേപോലെ നൂറയും എല്ലാം അനുമോളോട് സംസാരിക്കുന്നുണ്ട്. നീ അങ്ങനെ പറയാൻ പാടില്ല, ഫുഡിന്റെ കാര്യമാണ്, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ആദ്യം ഉണ്ടാക്കിയ ദോശ വലുതായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കിയ ചെറിയ 2 ദോശയാണ്. അപ്പോൾ അനുമോൾ അതിന് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു മറുപടിയാണ്. 1 ദോശ മതി വിശപ്പടക്കാൻ, എന്തിനാ 2 ദോശ? എന്നിട്ട് 2 ദോശ ഞാൻ കൊടുക്കുന്നില്ലേ? ഇവരവിടെ കൂലിപ്പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ കട്ടിയ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ, 2 ദോശന് അധികമാണ് എന്നുള്ള രീതിയിലാണ് അനുമോൾ പറയുന്നത്. തീർച്ചയായിട്ടും പണിയെടുക്കുക എന്ന് മാത്രമല്ല വിശപ്പിന്റെ ഒരു അളവുകോൽ എന്ന് പറയുന്നത്. അവിടെ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്, അത് അതിൽ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ഫുഡ് കഴിക്കണ്ടേ, ശരീരത്തിന് എനർജി വേണ്ടേ, എന്നാലല്ലേ നമുക്കൊരു ടാസ്കുകളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അനുമോള് ഇതിനൊന്നും വഴങ്ങി കൊടുക്കുന്നില്ല. അനുമോള് പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ നിൽക്കണം. അടുത്തത് നമ്മുടെ ടാസ്ക് പണിപ്പുര ടാസ്ക് ആണ്. പുതിയതായിട്ട് വന്ന വൈൽഡ് കാർഡുകൾക്കുള്ള പണിപ്പുര ടാസ്ക് ആണ്. അവർ 10 സെക്കൻഡാണ് ടൈമർ. 5 പേരും കൂടെ അകത്തേക്ക് പോകുന്നു. പക്ഷെ ബസർ അടിക്കുന്നതിന് മുമ്പ് ആർക്കും പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. അത് ബിഗ് ബോസ് ഹൗസിലെ പഴയ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം അവർക്കുള്ള പണിയുമായിട്ടാണ് ഈ വൈൽഡ് കാർഡ് പണിപ്പുരയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അവരുടെ പാക്കറ്റിൽ എടുക്കാൻ പറ്റില്ല എന്ന് വളരെ ശക്തമായിട്ട് വാദിക്കുന്നു. പക്ഷേ ജിഷിൻ പറയുന്നത് ഞാൻ ബസർ അടിക്കുന്നതിന് മുന്നേ പുറത്തേക്ക് വന്നു എന്നുള്ളത്. ജിഷിൻ എടുത്ത പാക്കറ്റുകളായിട്ട് ജിഷിൻ നിൽക്കുന്നുണ്ട്. എല്ലാവരും എതിർക്കുന്നു. അവസാനം ബിഗ് ബോസ് ഇടപെടുന്നുണ്ട്. ക്യാപ്റ്റനോട് ചോദിക്കുന്നത്, അതായത് നെവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എല്ലാവരും പുറത്ത് വന്നോ, ബസർ അടിച്ചതിന് ശേഷമാണോ എല്ലാവരും പുറത്ത് വന്നത് എന്ന് നിവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിവിൻ പറയുന്നു, ആദ്യം കുറച്ചൊന്ന് അവിടെ ഇവിടെ തട്ടാതെ പറഞ്ഞെങ്കിലും അവസാനം നിവിൻ ഒറ്റ തീരുമാനം പറയാണ്, ഇല്ല ആരും ബസർ അടിക്കുന്നതിന് മുമ്പ് പുറത്ത് വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ആ കൊണ്ടുവന്ന പാക്കറ്റുകളെല്ലാം തിരിച്ച് പണിപ്പുരയിലേക്ക് തന്നെ വെക്കാന്ന് പറയുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവുന്നു, ഒച്ചപ്പാടുണ്ടാവുന്നു. അക്ബർ വളരെ ശക്തമായിട്ട് ജിഷിനെ എതിർക്കുന്നു. ജിഷിന് അകത്തേക്ക് കയറാൻ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എതിർക്കുന്നു. ജിഷിൻ പറയുന്നത് ഇതിന്റെ അച്ചിവിടല്ല എന്ന് പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിനിടയ്ക്ക് ജിഷിൻ അക്ബറിനെ ഒന്ന് ജസ്റ്റ് ഷോൾഡർ കൊണ്ടൊന്ന് തട്ടുന്നുണ്ട്. അക്ബർ ജിഷിന്റെ ഡ്രസ്സ് എടുത്ത് വലിച്ചെറിയുന്നു. അതിൽ ജിഷിൻ പറയുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, അതെങ്ങനെ എറിയാന്ന് ചോദിക്കുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂകൾ അവിടെ നടക്കുന്നു. അവസാനം ബിഗ് ബോസ് പറയാണ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക എന്ന് പറയുന്നു. അവിടെ വന്നിരുന്ന് ബിഗ് ബോസ് ചോദിക്കുന്നത് നെവിനോട്, ക്യാപ്റ്റനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട്, ആരും പുറത്ത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ജിഷിന്റെ കയ്യിലിരിക്കുന്ന പാക്കറ്റുകൾ, അത് എങ്ങനെ ജിഷിന്റെ കയ്യിൽ വന്നു എന്ന് ചോദിക്കുന്നു. അവസാനം എല്ലാവരും അവിടുന്ന് ഒച്ചപ്പാടെടുത്ത് ബഹളം വയ്ക്കുന്നു. അവസാനം ജിഷിന് ഗത്യന്തരമില്ലാതെ പാക്കറ്റുകൾ തിരിച്ച് കൊണ്ടുവയ്ക്കേണ്ടി വരികയാണ് ആ ലിവിംഗ് റൂമിൽ നിന്ന്. എല്ലാവരും അതിന് കളിയാക്കുന്നുണ്ട്. പക്ഷേ അവിടെ ജിഷിൻ പറയുന്നത് വൈൽഡ് കാർഡുകൾ ജിഷിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷെ അവരത് അംഗീകരിക്കണം, അവർ ചെയ്ത തെറ്റ് അവർ അംഗീകരിക്കുന്നു. ഞങ്ങൾ ബസർ അടിക്കുന്നതിന് മുമ്പ് പുറത്ത് വന്നിട്ടില്ല എന്ന 4 പേരും പറഞ്ഞവർ മാറിയിരിക്കുകയാണ്. പക്ഷെ ജിഷിൻ മാത്രമാണ് ഒറ്റയ്ക്ക് നിന്ന് ഞാനത് വന്നു എന്ന് പറഞ്ഞതും അവസാനം നാണം കടേണ്ടി വന്നത്.
അതിനുശേഷം ഒരു ടാസ്ക്കാണ് കിരീട യുദ്ധം എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ 7 നിറത്തിലുള്ള തൊപ്പികൾ സ്റ്റാൻഡിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അവിടെ ആ ഒരു തൊപ്പികൾ 3 അംഗങ്ങൾ വീതമുള്ള 7 ടീമുകളായി തിരിയുക. അതിലെ ഒരു ക്യാപ്റ്റനെ നിശ്ചയിക്കുക. ആ ക്യാപ്റ്റൻ തൊപ്പി ധരിക്കുക. ആ തൊപ്പി ധരിക്കുന്ന ആളുകൾക്ക്, അതായത് ടാസ്ക് വിജയിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ചില അധികാരങ്ങൾ ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. 7 ടീമാണ് ഉള്ളത്, 3 അംഗങ്ങൾ വീതം. അപ്പോൾ ഓരോരുത്തരും ടീമുകളെ ബിഗ് ബോസ് തന്നെയാണ് പ്രഖ്യാപിക്കുക. കാരണം ഇവിടെ ടീം തിരിയാൻ നിന്നാൽ ഗ്രൂപ്പിസം കൊണ്ട് ആ പ്രശ്നമാകുമെന്ന് ബിഗ് ബോസ് മനസ്സിലായിട്ടാണ് അവിടെ ബിഗ് ബോസ് തന്നെ ടീം തിരിച്ച് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനീഷ് ക്യാപ്റ്റനായിട്ടുള്ള ഒരു ടീം, അതിൽ അപ്പാനിയും സാബുമാനും ഉണ്ട്. അതേപോലെ ഷാനവാസും അക്ബറും രേണുസുധിയെ ക്യാപ്റ്റനായിക്കൊണ്ടുള്ള അവരുടെ ഒരു 3 പേരുടെ ടീം. അങ്ങനെ ജിസൈൽ ക്യാപ്റ്റനായിട്ടുള്ള ടീം, ഒനീൽ ക്യാപ്റ്റനായിട്ടുള്ള ടീം, പിന്നെ അങ്ങനെ അനുമോൾ ക്യാപ്റ്റൻ, അങ്ങനെ ഓരോ 7 ടീമുകൾ അവരവരുടെ തൊപ്പികൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ പറയുന്നുണ്ട് ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല, ബുദ്ധിപൂർവ്വം വേണം കളിക്കാൻ എന്നുള്ളത്. പക്ഷെ ടാസ്ക് തുടങ്ങുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അത് ഫിസിക്കൽ ടാസ്ക് ആവുന്നു. അനീഷിനെ ഭയങ്കരമായിട്ട് എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ രേണുസുധി അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, അക്ബർ വളരെ ശക്തമായിട്ട് തന്നെ രേണുസുധിയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ശക്തിയുടെ ബലത്തിൽ അവസാനം രേണുസുധി ബോധം കെട്ട് വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. നമ്മളത് പ്രൊമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ടാസ്കിനിടയ്ക്ക് രേണുസുധി ബോധം കെട്ട് വീഴുന്നു. പക്ഷെ അനുമോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ പറ്റി. അപ്പോൾ രേണു പറയുന്നത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അവസാനം രേണു അവിടെ ബെഡിൽ പോയി കിടക്കുന്നുണ്ട്. എന്നിട്ട് ടാസ്ക് അവസാനിച്ചു. ടാസ്ക് അവസാനിച്ചപ്പോൾ അനീഷിന്റെ ടീം ആദ്യ റൗണ്ടിൽ നിന്ന് പുറത്താവാണ്. കാരണം അനീഷിന്റെ തൊപ്പിയുടെ ഒരു ഭാഗം കീറിയെടുത്ത് ഷാനവാസ് അവിടെ പുറത്തെ സ്റ്റാൻഡിലെ ഹുക്കിൽ കൊണ്ട് തൂക്കി. അങ്ങനെ ചെയ്യുന്ന ടീം, അതായത് ആരുടെ തൊപ്പിയാണോ അവിടെ തൂക്കിയിട്ടുള്ളത് അവര് പുറത്താവും എന്നുള്ളതാണ്. പക്ഷെ അനീഷിന്റെ തൊപ്പിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ അവിടെ കൊണ്ട് ഹുക്കിൽ തൂക്കിയിട്ടുള്ളൂ. പക്ഷെ അനീഷിന്റെ ടീം പുറത്താവാണ്. അതിനുശേഷം നമ്മുടെ ആര്യനും കുറച്ച് പേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ആര്യൻ ഒരു വാക്ക് പറയുന്നു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണു പെട്ടെന്ന് സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകും എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അത് ഒരു തമാശ രൂപത്തിൽ അവരെല്ലാവരും ചിരിച്ച് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ആര്യൻ അക്ബറിന്റെ അടുത്തേക്ക് വരുമ്പോൾ അക്ബറിനോട് പറയുന്നുണ്ട് ഇങ്ങനെയാണ് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ രേണു സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകും എന്ന് പറയുന്നു. പക്ഷെ അക്ബറിന് അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം രേണുവിന്റെ ഒരു എന്താ പറയുക, പുറത്താണെങ്കിലും ബിഗ് ബോസിന് പുറത്താണെങ്കിലും ബിഗ് ബോസിന് അകത്താണെങ്കിലും എപ്പോഴും സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ് രേണു. അപ്പോൾ രേണുവിന് അത് ഇഷ്ടപ്പെടില്ല. അത് തന്നെയാണ് അക്ബർ പറയുന്നത്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് ആര്യനോട് ആദ്യം പറയുന്നു. അപ്പോൾ ആര്യൻ അക്ബറിനെ കളിയാക്കാണ്. അതെന്താണ്, ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ലേ. തെറ്റുകൾ അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് ആര്യൻ എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ബർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അവർ തമ്മിലുള്ളൊരു വഴക്കായി മാറുകയാണ് ലാസ്റ്റ്. അതായത് അക്ബറും ആര്യനും തമ്മിലുള്ളൊരു വഴക്കായി മാറുകയാണ്. പക്ഷെ എന്തോ ലാസ്റ്റ് കുറേ കഴിഞ്ഞ് കുറേ തർക്കത്തിന് ശേഷം രേണുവിൻ്റെ അടുത്ത് പോയിട്ട് ആര്യൻ മാപ്പ് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഫിസിക്കൽ ടാസ്ക് ആണ് നാളെയും കളിക്കുന്നുണ്ടെങ്കിൽ രേണു ചേച്ചി ചത്തുപോകും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോഴും വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ രേണു ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഷാനവാസിന്റെ കയ്യിൽ വിരലിലൊരു മുറിവ് കാണുന്നുണ്ട്. അത് അനീഷ് ടാസ്കിനിടയ്ക്ക് കടിച്ചതാണ് എന്ന് പറയുന്നു. അപ്പോൾ അക്ബറും ഷാനവാസും കൂടെ പറയുന്നുണ്ട് ഇത് കംപ്ലൈന്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഷാനവാസ് ക്യാമറയിൽ നോക്കി കംപ്ലൈന്റ് ചെയ്യാണ്. ഇത് വൈരാഗ്യം തീർക്കാൻ വേണ്ടി കടിച്ചതാണ് എന്ന് പറഞ്ഞ ഒരു കട്ടൊക്കെ ഇട്ടിട്ടാണ് ഷാനവാസ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് പരിശോധിക്കണം എന്നുള്ള രീതിയിൽ ഷാനവാസ് ക്യാമറയിൽ നോക്കിയിട്ട് കംപ്ലൈന്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു. ജിസൈലിനെയും അനുമോളിനെയും ജയിലടയ്ക്കേണ്ട സമയമായി. അതായത് ലൈറ്റ് ഓഫ് ആവുന്നത് വരെ രണ്ടുപേരും ജയിലിലടയ്ക്കുക എന്നുള്ള ഒരു അനൗൺസ്മെന്റ് വന്നു. അപ്പോൾ അവരെ നമ്മുടെ ക്യാപ്റ്റൻ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സീൻ എന്ന് വെച്ചാൽ അനീഷിനോട് സാബുമാനും അതേപോലെ തന്നെ അപ്പാനി ശരത്തും കൂടെ സംസാരിക്കുകയാണ്. നീ ഒറ്റൊരാൾ കാരണമാണ് ഞങ്ങളുടെ അവസരം കൂടി നഷ്ടപ്പെടുത്തിയത്. നിനക്ക് വയ്യ എന്നുള്ളതൊക്കെ ശരി തന്നെ, നിനക്ക് അവിടെ പ്രശ്നം പറ്റിയെന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ നീ ഒരൊറ്റൊരാൾ കാരണമാണ് ഞങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തിയത് എന്ന് അനീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ജയിലിലെ ഡിസ്കഷനാണ്. ജിസേൽ ചോദിക്കുന്നുണ്ട് അനുമോളോട്, നിനക്ക് എന്തെങ്കിലും അതിനകത്ത് തെറ്റ് നിനക്ക് തോന്നുന്നുണ്ടോ, നീ പറഞ്ഞതിലും നീ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടോ, എന്നോട് സോറി പറയാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അനുമോൾ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് വാശിയിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അപ്പോൾ നീ ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ജിസേൽ തിരിച്ചു പറയുന്നുണ്ട്. കാരണം ഒരു സോറി പറയാൻ കൂടെ മനസ്സ് കാണിക്കാത്ത ഒരാൾ ഒരിക്കലും ഒരു ഹ്യൂമാനിറ്റി ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ജിസേൽ പറയുന്നത്. അത് കഴിഞ്ഞ്
എപ്പിസോഡിന്റെ അവസാനം പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ശൈത്യയോട് ആദില സംസാരിക്കുകയാണ്. അനുമോൾക്ക് എല്ലാം ഒരു കണ്ടന്റാണ്, നമ്മളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു കണ്ടന്റാണ്, പാവ ഒരു കണ്ടന്റാണ്, ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റാണ്, കരച്ചിലൊരു കണ്ടന്റാണ്. അനുമോൾക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു അതൊരു കണ്ടന്റാണ്. അപ്പോൾ നമ്മൾ അതിൽ വീണു കുറച്ച് ദിവസം. പക്ഷെ ഇനി അങ്ങനെയല്ല എന്ന് ആദിൽ ശൈത്യയോട് പറയുന്നു. ശൈത്യ പറയുന്നു ഞാനത് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് മാറിപ്പോയത് എന്നുള്ളത്. അപ്പോൾ ആദിൽ പറയുന്നുണ്ട് പുറത്തിറങ്ങിയാൽ, അതായത് ഈ ബിഗ് ബോസ് ഹൗസിൽ പുറത്തിറങ്ങിയാൽ ആളുകൾ എന്നോട് ചോദിക്കും അനുമോളുടെ സാരി തുമ്പ് പിടിച്ച് നടക്കല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ഗെയിം കളിച്ച് തുടങ്ങുമെന്ന് ആദില പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം. ആദില അനുമോളുടെ ആ ഒരു സപ്പോർട്ട് ആയി നിൽക്കുന്നതിൽ നിന്ന് പുറത്തു വരിക. അനുമോളുടെ വാശിക്ക് വേണ്ടി പലതും ചെയ്യുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, നല്ലതിനെ മാത്രം സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗെയിമറായി മാറാൻ അതിലേക്ക് പറ്റും, കൂടെ നൂറയ്ക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. പിന്നെയും കുറേ സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, പക്ഷേ അത് ബേബി പ്ലസിലാണ് കാണിക്കുന്നത്. ഞാൻ എപ്പിസോഡിൻ്റെ റിവ്യൂ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് നാളെ വരാം.